ലോക ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നയിച്ചാൽ അത് പഴയ തുരുത്തിയാണ്. പഴയ തുരുത്തിയിൽ പരിശുദ്ധാത്മാവിനെ പകരുവാൻ പറ്റില്ല. പകരപ്പെട്ടേക്കാം, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും. നിങ്ങൾ മാനസാന്തരപ്പെടാതെ, വിശുദ്ധീകരണത്തിലേക്ക് വരാതെ, സമർപ്പണത്തിലേക്ക് വരാതെ, ദൈവത്തിൻ്റെ ഉന്നതമായ അഭിഷേകത്തെ നിങ്ങൾ പ്രാപിക്കുവാൻ കാത്തിരുന്നാൽ, ഇൻ കേസ് ആ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നാൽ അത് നിങ്ങളെയും തകർത്ത് കളയും. അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്തു പോകും. നിങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഉന്നതമായ നന്മകൾ പ്രാപിക്കുവാൻ, ഉന്നതമായ അഭിഷേകം പ്രാപിക്കുവാൻ ഒരു പുതുക്കമുണ്ടാകണം. മാനസാന്തരപ്പെടുമ്പോൾ ഒരു പുതുക്കമുണ്ടാകും. കർത്താവിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു പുതുക്കമുണ്ടാകും. തിരുവചനത്തെ അനുസരിക്കുമ്പോൾ ഒരു പുതുക്കമുണ്ടാകും. പുതുക്കമുണ്ടായാൽ തുരുത്തി പൊളിയില്ല. ആ അഭിഷേകം അതിനെ ഉൾക്കൊള്ളുവാൻ തുരുത്തിക്ക് കഴിയും. ആ അഭിഷേകത്തെ പരിപാലിക്കുവാൻ നമുക്ക് കഴിയും.